रामरसं रसने पिबरे रामरसम्. ജഗജ്ജനനിയായ ആദിപരാശക്തിയുടെ ചൈതന്യം വഴിഞ്ഞൊഴുകുന്നൊരു ദൈവിക സന്നിധി ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം. ആലപ്പുഴ ജില്ലയിലെ തലവടി പഞ്ചായത്തിൽ നീരേറ്റുപുറത്ത് സ്ഥിതി ചെയ്യുന്ന ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം ഭക്തർക്ക്, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾക്ക് വളരെ വിശേഷപ്പെട്ടതാണ്. സ്ത്രീകളുടെ ശബരിമല എന്നാണ് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നത്. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം എന്നീ ജില്ലകളുടെ അതിർത്തിയിൽ പമ്പാ നദിയുടെയും മണിമലയാറിന്റെയും സംഗമസ്ഥാനത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശബരിമല തീർത്ഥാടകരുടെ ഇടത്താവളം കൂടിയാണ് ചക്കുളത്തുകാവ്. ആദിപരാശക്തിയാണ് ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠ. വനശൈലാദ്രിവാസിനിയായ ശ്രീ ദുർഗാ സങ്കല്പത്തിലാണ് ആരാധന നടത്തുന്നത്. കിഴക്കോട്ട് ദർശനമായി നിലകൊള്ളുന്ന മഹാമായ ചക്കുളത്തമ്മ എന്ന പേരിൽ അറിയപ്പെടുന്നു. 8 കൈകളോട് കൂടിയതാണ് ഭഗവതിയുടെ പ്രതിഷ്ഠ. ഗണപതി, ശിവൻ, സുബ്രഹ്മണ്യൻ, ഹനുമാൻ, വിഷ്ണു, ശാസ്താവ്, നവഗ്രഹങ്ങൾ തുടങ്ങിയ ഉപദേവതകൾ അനുഗ്രഹവർഷം ചൊരിഞ്ഞ് ഇവിടെ കുടികൊള്ളുന്നു. കാർത്തിക പൊങ്കാല ഇവിടെ വളരെയധികം വിശേഷപ്പെട്ടതാണ്. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസമാണ് പ്രസിദ്ധമായ കാർത്തിക പൊങ്കാല ആഘോഷിക്കുന്നത്. അന്നപൂർണേശ്വരിയായ ദേവിക്ക് മുൻപിൽ സ്ത്രീകൾ ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായി നടത്തുന്ന ദ്രാവിഡ ആചാരപ്രകാരമുള്ള ഒരാരാധനയാണ് പൊങ്കാല. അന്നേ ദിവസം തന്നെയുള്ള കാർത്തിക സ്തംഭം, ലക്ഷദീപം, ധനുമാസത്തിലെ 38 വെള്ളിയാഴ്ചയുള്ള നാരീപൂജ, വിളിച്ചു ചൊല്ലിയുള്ള പ്രാർത്ഥന, ലഹരി വിമോചന പ്രതിജ്ഞ തുടങ്ങിയ ചടങ്ങുകളും ഇവിടെയുണ്ട്. കാർത്തിക സ്തംഭം ചക്കുളത്തുകാവിലെ വിശേഷപ്പെട്ട ഒരാചാരമാണ്. ഇത് കത്തിച്ച് ചാമ്പലാക്കുന്ന ചടങ്ങിലൂടെ തിന്മയെ അഗ്നിയാലെരിച്ച് പകരം നന്മ ആധിപത്യം സ്ഥാപിക്കുന്നു എന്നാണ് വിശ്വാസം. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസമാണ് ഈ ചടങ്ങ് നടക്കുന്നത്. പൊക്കമുള്ളൊരു തൂണിൽ വാഴക്കച്ചി, പഴയ ഓലകൾ, പടക്കം, ദേവിക്ക് ചാർത്തിയ 1 വർഷത്തെ ഉടയാടകൾ എന്നിവ പൊതിഞ്ഞുകെട്ടി അതിന്മേൽ നാടിന്റെ സർവ്വ തിന്മകളെയും ആവാഹിക്കുന്നു. ദീപാരാധനയ്ക്ക് മുൻപായി ഇത് കത്തിക്കും. നാടിന്റെ സർവ്വ പാപദോഷങ്ങളും ഇതോടെ തീരുമെന്നാണ് വിശ്വാസം. ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിന് 3000 വർഷത്തെ ചരിത്രമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ദുർഗാദേവിക്ക് പ്രിയങ്കരമായ പൊങ്കാല നൈവേദ്യം സമർപ്പിക്കാൻ ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ചക്കുളത്തുകാവിലെത്തുക. പിൽക്കാലത്ത് ബ്രാഹ്മണർ അവിടെ താമസമാക്കുകയും അവരിൽ പ്രധാനിയായ പട്ടമന ഇല്ലത്തെ നമ്പൂതിരി താന്ത്രിക വിധികളോട് കൂടിയ ക്ഷേത്രം ഇവിടെ പണി കഴിപ്പിച്ചു. അങ്ങനെയാണ് ചക്കുളത്തുകാവ് ക്ഷേത്രം നിലവിൽ വന്നത്. 1981 ക്ഷേത്രത്തിൽ നടന്ന നവീകരണത്തിന് ശേഷം അഷ്ടബാഹുക്കളോടുകൂടിയ വനദുർഗയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പരാശക്തിക്ക് ഇവിടെ എല്ലാ വർഷവും കളമെഴുത്തും പാട്ടും നടത്തുന്നുണ്ട്. കൂടാതെ 12 നോയമ്പ് ഇവിടത്തെ ഒരു വ്രതാനുഷ്ഠാനമാണ്. ധനു 1 തുടങ്ങി 12-നാണ് 12 നോയമ്പ് അവസാനിക്കുന്നത്. ആ സമയത്ത് ധാരാളം ഭക്തർ ഇവിടെ വ്രതമെടുത്ത് ദർശനം നടത്താറുണ്ട്. ഓരോ ക്രമീകരണങ്ങൾക്കുമുള്ള കൃത്യതയും അടുക്കും ചിട്ടയുമാണ് ഇവിടെ ആകർഷണീയമാക്കുന്നത്. ഈ ക്ഷേത്രാങ്കണത്തിലെത്തി തിരികെ മടങ്ങും വരെ അനിർവചനീയമായൊരു ഭക്തിരസം നമുക്ക് അനുഭവിക്കാനാകും. അതുതന്നെ അമ്മ തരുന്ന അനുഗ്രഹവും. എല്ലാവർക്കും നമസ്കാരം. രാമായണത്തിൽ അത്ര കണ്ട് പ്രതിപാദിക്കപ്പെടാത്തൊരു വ്യക്തിയാണ് കാശി രാജാവിൻ്റെ പുത്രിയായ സുമിത്രാദേവി. പക്ഷേ രാമായണത്തിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകങ്ങളിലൊന്ന് ഇവരുടെ പേരിലാണ്. വനവാസത്തിന് പോകുന്ന തൻ്റെ മകനായ ലക്ഷ്മണന് സുമിത്രാദേവി നൽകുന്ന ഉപദേശമാണിത്.
രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജ അയോധ്യ അടവിൻ വിദ്ധി ഗച്ഛദാത യഥാസുഖം. ശ്രീരാമചന്ദ്രനെ തൻ്റെ പിതാവായും സീതാദേവിയെ മാതാവായും ഘോരവനത്തെ അയോധ്യയായും കാണാനാണ് ലക്ഷ്മണനോട് സുമിത്രാദേവി ആവശ്യപ്പെടുന്നത്. ഒന്ന് നോക്കിയാൽ ഇതിലെ സാരാംശം നമുക്കിന്നും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇതുപോലെ ഒട്ടനവധി ആശയങ്ങൾ രാമായണത്തിൽ അടങ്ങിയിട്ടുണ്ട്. അത് കർക്കിടക മാസത്തിൽ മാത്രമല്ല, നിത്യജീവിതത്തിൽ നമ്മുടെ ഒരു ഭാഗമാവട്ടെ. എല്ലാവർക്കും പിബരേ രാമരസത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. പിബരേ രാമരസം ഭാവയാമി രഘുരാമം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും രാമായണ മാസ ആശംസകൾ. രാമസ്യ അയനം രാമായണം. രാമൻ്റെ ഗതിയാണ് രാമായണം എന്നതുപോലെ തന്നെ അത് സീതയുടെയും ഗതിയാണ്. അതായത് രാമായാഹ അയനം രാമായണം. രാമോ വിഗ്രഹവാൻ ധർമ്മ. രാമൻ ധർമ്മ വിഗ്രഹമാണ്, ധർമ്മമൂർത്തിയാണ്. എന്താണ് ധർമ്മം? ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്താണ് നാം ശരിക്കും ചെയ്യേണ്ടത്, അതാണ് നമ്മുടെ ധർമ്മം. ധർമ്മവിഗ്രഹനായ രാമൻ്റെ രാമായണത്തിലെ ചില സന്ദർഭങ്ങളിലെ ചെയ്തികൾ നമുക്ക് പ്രത്യക്ഷത്തിൽ നീതിപൂർവകമായി തോന്നുന്നില്ല. അത്തരം ചില സന്ദർഭങ്ങളാണ് ബാലിവധം, സീതയുടെ അഗ്നിശുദ്ധി, സീതാ പരിത്യാഗം എന്നിവ. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം സീതയുടെ ജീവിതത്തിലുണ്ടായ ചില പ്രതിസന്ധികളാണ്. രാവണവധത്തിന് ശേഷം ശ്രീരാമൻ ഹനുമാനോട് വിഭീഷണൻ്റെ അനുജ്ഞ നേടി സീതയെ കൂട്ടിക്കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. 14 വർഷത്തെ ക്ലേശകരമായ ജീവിതത്തിന് ശേഷം വളരെ സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും രാമനടുത്തെത്തുന്ന സീതയ്ക്ക് കേൾക്കേണ്ടി വന്നത് രാമൻ്റെ പരുഷവചനങ്ങളാണ്. ലക്ഷ്മണേ ഭരതേ വാത്വം കുരുബുദ്ധിം യഥാസുഖം രാക്ഷസേന്ദ്രേ വിഭീഷണ നിവേശയ മനസ്സീതേ യഥാവാ സുഖമാത്മന. ലക്ഷ്മണനിലോ ഭരതനിലോ മനസ്സ് വെച്ചോളൂ, അല്ലെങ്കിൽ സുഗ്രീവനിലോ വിഭീഷണനിലോ. അതുമല്ലെങ്കിൽ നിനക്കിഷ്ടപ്പെട്ട ആരിലെങ്കിലും മനസ്സ് ദൃഢമാക്കിക്കൊള്ളുക. നിനക്ക് എവിടെ സുഖം ലഭിക്കുമെന്ന് പ്രതീക്ഷയുണ്ടോ അവിടേക്ക് യഥേഷ്ടം നിനക്ക് പോകാവുന്നതാണ്. രാമനിൽ നിന്ന് ഇതുവരെ അപ്രിയവാക്യം കേട്ട് പരിചയിച്ചിട്ടില്ലാത്ത വൈദേഹി ഈ വാക്കുകൾ കേട്ട് ഉച്ചത്തിൽ നിലവിളിച്ച് കണ്ണീർ വാർത്തു. ലജ്ജ കൊണ്ട് ചൂളിപ്പോയി. എന്തുകൊണ്ടാണ് ഇത്തരം പരുഷ വചനങ്ങൾ കേൾക്കേണ്ടി വന്നത്? സീത ചിന്തിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് മായാവിയായ മാരീചൻ്റെ നിലവിളി കേട്ട് രാമൻ എന്ന് തെറ്റിദ്ധരിച്ച് പോയി നോക്കാൻ താൻ ലക്ഷ്മണനോട് ആവശ്യപ്പെട്ടു. കാവൽ നിൽക്കുകയായിരുന്ന ലക്ഷ്മണൻ രാമൻ ഇങ്ങനെ നിലവിളിക്കില്ല എന്ന ഉത്തമ ബോധ്യത്തിൽ പോകാൻ വിസമ്മതിച്ചു. അപ്പോൾ ക്രൂരമായ വാക്കുകളാൽ താൻ ലക്ഷ്മണനെ ശാസിച്ചു. രാമനാശത്തിന് ശേഷം തന്നെ കെട്ടാമെന്ന ഗൂഢോദ്ദേശം ലക്ഷ്മണനുണ്ടെന്നുവരെ സീത പറഞ്ഞു വെച്ചു. നിഷ്കളങ്കനും തന്നെ അമ്മയെപ്പോലെ കാണുന്നതിനുമായ ലക്ഷ്മണനെതിരെ സ്വന്തം കാര്യലാഭത്തിനു വേണ്ടി താൻ പ്രയോഗിച്ച പരുഷവചനങ്ങൾ ഇപ്പോൾ തന്നിലേക്ക് തന്നെ തിരിഞ്ഞിരിക്കുകയാണെന്നുള്ള സത്യം അവൾ ഉൾക്കൊണ്ടു. കണ്ണുനീർ തുടച്ചുകൊണ്ട് ശ്രീരാമനോട് ഇടറുന്ന സ്വരത്തോടു കൂടിയാണെങ്കിലും നിർഭയയായി സീത പറഞ്ഞു, അങ്ങേക്ക് എങ്ങനെയാണ് കർണകഠോരവും ക്രൂരവുമായ ഇത്തരം വാക്കുകൾ പറയാൻ കഴിയുന്നത്? അങ്ങയോടൊപ്പം വർഷങ്ങൾ ജീവിച്ചിട്ടും അങ്ങനെ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ നിസ്സഹായയാണ്. ഹനുമാനെ അയച്ചപ്പോൾ തന്നെ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞയക്കാമായിരുന്നുവല്ലോ. എങ്കിൽ ആ നിമിഷം തന്നെ ഹനുമാൻ സാക്ഷിയായി ഞാൻ എൻ്റെ ജീവൻ വെടിഞ്ഞേനെ. അങ്ങേക്കും സുഹൃത്തുക്കൾക്കും ഈ ക്ലേശവും പൗരുഷ പ്രകടനങ്ങളും ഒഴിവാക്കാമായിരുന്നു. ഇങ്ങനെ പലതും ലഭിച്ചു പറഞ്ഞ ശേഷം ദീനതയോടെ ചിന്താവിഷ്ടനായി നിലകൊള്ളുന്ന ലക്ഷ്മണനോടായി സീത പറഞ്ഞു, ചിതാമ്മേ കുരു സൗമിത്രേ വ്യസനാസ്യാസ്യ ഭേഷജം മിഥ്യാപവാദോപഹത സാഹം ജീവിതമുത്സഹേ. ലക്ഷ്മണ, ചിതയൊരുക്കൂ. എൻ്റെ ശോകത്തിന് അതൊന്നു മാത്രമേ മരുന്നായിട്ടുള്ളൂ. മിഥ്യാപവാദം കൊണ്ട് കൊല്ലപ്പെട്ട് കഴിഞ്ഞ ഞാൻ ഇനി പ്രാണനെ വെച്ചുകൊണ്ടിരിക്കാൻ ഇച്ഛിക്കുന്നില്ല. എനിക്കിനി പ്രാപിക്കാവുന്ന സ്ഥലം അഗ്നി മാത്രമാണ്. ലക്ഷ്മണൻ രാമൻ്റെ മുഖത്തേക്ക് നോക്കി. രാമൻ ശബ്ദിച്ചില്ല, പക്ഷേ മുഖഭാവം കൊണ്ട് ഇംഗിതം വ്യക്തമായിരുന്നു.
ലക്ഷ്മണൻ ചിത കൂട്ടി. രാമനെ പ്രദക്ഷിണം വെച്ച് സീത അഗ്നിയുടെ സവിധത്തിലെത്തി. കൈകൂപ്പിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു: എൻ്റെ ഹൃദയം ഒരു നിമിഷം പോലും രാഘവനിൽ നിന്ന് പിരിഞ്ഞിട്ടില്ലെന്ന് സത്യമാണെങ്കിൽ ലോകസാക്ഷിയാക്കി ഇരിക്കുന്ന പാവകൻ എന്നെ കാത്തുകൊള്ളട്ടെ. അഗ്നിക്ക് വലം വെച്ച സീത അതിലേക്ക് ചാടി. കാണികൾ നടുങ്ങി. അഗ്നി ചിതയെ വകഞ്ഞു മാറ്റി ജനകാത്മജയെ എടുത്തുകൊണ്ട് എഴുന്നേറ്റു. വൈദേഹിയെ രാമന് നൽകി. 3 ലോകങ്ങളിലും അപ്പാപ്പയാണ് സീത എന്ന് രാമൻ അറിയാമായിരുന്നു. പക്ഷേ പരിശുദ്ധി തെളിയിക്കാതെ ജാനകിയെ സ്വീകരിച്ചാൽ താൻ ബാലിശനും കാമാത്മാവുമാണെന്ന് ലോകം വിധിയെഴുതും. ലോകത്തിൻ്റെ വിശ്വാസം ഉറപ്പിക്കാനായാണ് അഗ്നിപ്രവേശത്തിനൊരുങ്ങിയ സീതയെ രാമൻ വിലക്കാതിരുന്നത്. അഗ്നിക്ക് പോലും മൈഥിലിയെ സ്പർശിക്കാൻ കഴിയില്ല എന്ന് രാമൻ അറിയാമായിരുന്നു. സീതയുടെ അഗ്നിപരീക്ഷ ലോകത്തെ വിസ്മയിപ്പിച്ചു. സ്ത്രീ ശക്തിയുടെ ഗരിമ ലോകം തിരിച്ചറിഞ്ഞത് സീതയിലൂടെയാണ്. താടകാവധം മുതൽ രാവണവധം വരെയുള്ള രാമൻ്റെ ചെയ്തികൾ അമാനുഷികവും അവിശ്വസനീയവുമായിരുന്നു. സീതയാകട്ടെ അയോനിജയായി ജനിച്ച് ഒരു അനാഥ ആയിരുന്നു. ജനകൻ അവളെ ഒരു ഉഴവിചാലിൽ നിന്ന് കണ്ടെത്തിയെടുത്ത് വളർത്തി. ഭൂമിയുടെ മകൾ ജനകപുത്രി, രാമൻ്റെ പത്നി, ഇത്രയും മാത്രമായിരുന്നു സീതയുടെ പദവികൾ. രാമൻ്റെ വീരശൂര പരാക്രമങ്ങളെക്കാൾ സീതയുടെ അഗ്നിപ്രവേശം തിളക്കമേറുന്നതായി. രാവണവധത്തിന് ശേഷം അയോധ്യയിൽ തിരിച്ചെത്തിയ രാമൻ ജനഹിതമനുസരിച്ച് സദ്ഭരണം തുടങ്ങി. ജനഹിതം അറിയാനായി രാജ്യമെമ്പാടും കിങ്കരന്മാരെ രാമൻ പറഞ്ഞയച്ചു. അതിൽ ഒരുവനായിരുന്നു ഭദ്രൻ. തന്നെയും തൻ്റെ കുടുംബത്തെപ്പറ്റിയും ജനങ്ങൾ എന്താണ് പറയുന്നത് എന്ന് സത്യസന്ധമായും കൃത്യമായും തന്നെ അറിയിക്കണമെന്ന് രാമൻ ശഠിച്ചു. രാവണൻ്റെ അധീനതയിൽ പാർപ്പിക്കപ്പെട്ട ഒരുവളെ മഹാരാജാവ് പത്നിയായി വയ്ക്കുന്നതിൻ്റെ സാങ്കത്യത്തിൽ അവർ സംശയാലുക്കളാണ് എന്ന് ഭദ്രൻ ഉണർത്തിച്ചു. രാമൻ ചെയ്ത കാര്യം നാളെ നാട്ടുകാരും അനുകരിച്ചാൽ രാജ്യത്ത് മര്യാദ മുടിയും. അതോടെ ധർമ്മവാഴ്ച ഇല്ലാതാകും. ഈ കാര്യം ഒഴികെ മറ്റെല്ലാം നല്ല രീതിയിലാണെന്നാണ് അഭിപ്രായം എന്നും ഭദ്രൻ പറഞ്ഞു. രാമൻ ശോകാകുലനായി. രാജ്യഭരണം ധർമ്മനീതിയിൽ അധിഷ്ഠിതമായിരിക്കണം എന്ന കാര്യത്തിൽ തനിക്ക് നിർബന്ധമുണ്ട്. എന്നാൽ തൻ്റെ സീതയെക്കുറിച്ച് അപവാദം പ്രചരിക്കുന്നു. രാജാവായ രാമനിൽ അപവാദം ഭയം ജനിപ്പിക്കുന്നു. അപവാദ ഭയത്തിൽ നിന്ന് രക്ഷ നേടാൻ രാമൻ പാപരഹിത എന്ന് തനിക്ക് ഉറപ്പുള്ള സീതയെ ത്യജിക്കാൻ തീരുമാനിച്ചു. ഗംഗാനദിക്കക്കരെ വാൽമീകിയുടെ ആശ്രമ പരിസരത്ത് സീതയെ പരിത്യജിക്കാൻ വിധിയായി. അഗ്നിപരീക്ഷയ്ക്ക് കുണ്ടമൊരുക്കിയ ലക്ഷ്മണൻ തന്നെയാണ് ഈ ഉത്തരവാദിത്വവും നടപ്പിലാക്കേണ്ട ബാധ്യത. രാജാവായ രാമൻ ഈ കടുത്ത തീരുമാനമെടുത്തപ്പോൾ ഭർത്താവായ രാമൻ തീവ്ര ദുഃഖിതനും വ്രണിത ഹൃദയനുമായിരുന്നു. ലക്ഷ്മണൻ ഗർഭിണിയായ സീതയെ വാൽമീകി ആശ്രമ പരിസരത്ത് ഉപേക്ഷിച്ചു. അസഹ്യ ദുഃഖം മൂലം ബോധരഹിതയായി സീത നിലത്തു വീണു. തൻ്റെ ശരീരത്തെ ഗംഗയിൽ ഒഴുക്കാമായിരുന്നു എന്ന് സീത ഒരു വേള ചിന്തിച്ചു. പക്ഷേ ഗർഭിണിയായതുകൊണ്ട് അതിനും മനസ്സ് വന്നില്ല. യശോഗ്ലാനി ഭയന്നാണ് രാമൻ തന്നെ ഉപേക്ഷിക്കുന്നത്. ഭർത്താവിൻ്റെ യശസ് സംരക്ഷിക്കുക ഭാര്യയുടെ ബാധ്യതയാണ്. തൻ്റെ ശരീരത്തെ ഓർത്ത് രാജാവ് ദുഃഖിക്കരുതെന്ന് സീത തൻ്റെ സന്ദേശമായി രാമന് നൽകി. കരഞ്ഞുകൊണ്ടിരിക്കുന്ന സീതയെ മുനികുമാരന്മാർ കണ്ടെത്തുകയും ആശ്രമത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. സ്വഗൃഹത്തിലെത്തിയതായി കരുതിക്കൊള്ളാൻ പറഞ്ഞ് സീതയെ വാൽമീകി സ്വാഗതം ചെയ്തു. വാൽമീകി ആശ്രമത്തിൽ സീത 2 ഇരട്ടക്കുട്ടികൾക്ക് ജന്മം നൽകി, ലവനും കുശനും. വാൽമീകി കുമാരന്മാരെ രാമകഥ പഠിപ്പിച്ചു. രാമൻ സീതാ പരിത്യാഗത്തിനു ശേഷം ദുഃഖിതനും മൗനിയുമായി. മറ്റൊരു വിവാഹം ആലോചിക്കാൻ പോലും രാമൻ തയ്യാറല്ലായിരുന്നു. പിന്നീട് അശ്വമേധയാഗം നടത്തിയപ്പോൾ പത്നിസ്ഥാനത്തിരിക്കാൻ സീതയുടെ ഒരു സ്വർണ്ണ പ്രതിമയാണ് രാമൻ വെച്ചത്. യാഗാശ്വം വാൽമീകി ആശ്രമത്തിന് സമീപം എത്തിയപ്പോൾ ലവകുശന്മാർ രാമകഥ പാടുന്നത് കേൾക്കാനിടയായി. രാമൻ അവരെ തിരിച്ചറിഞ്ഞു. സീതയെ കൊണ്ടുവരാൻ രാമൻ വാൽമീകിയോട് അപേക്ഷിച്ചു. സീത രാമസന്നിധിയിലെത്തി. അവിടെ വെച്ച് സീത ഒരു ഉഗ്രപ്രതിജ്ഞ എടുത്തു. താൻ രാഘവനൊഴികെ മറ്റാരെയും മനസ്സാ നനയ്ക്കാറില്ലെങ്കിൽ, മനസ്സാ വാചാ കർമ്മണ രാമനെ ആരാധിച്ചു പോന്നുവെങ്കിൽ, രാമൻ ഒഴികെ ആരെയും താൻ അറിഞ്ഞിട്ടില്ല എന്നത് സത്യമാണെങ്കിൽ മാധവീദേവി തനിക്കിടം തരട്ടെ. ഭൂമിദേവി 2 കൈകൊണ്ടും മൈഥിലിയെ സ്വീകരിച്ച് സിംഹാസനത്തിലിരുത്തി. സിംഹാസനത്തിലിരുന്നു കൊണ്ട് തന്നെ സീത രസാതലത്തിലേക്ക് പ്രവേശിച്ചു. രാമൻ്റെ സീതാപരിത്യാഗത്തിൻ്റെ അവസാനമായിരുന്നു അത്. രാമൻ സമ്പൂർണമായി ലോകഭോഗ വിമുക്തനായിരുന്നില്ല.
അധികാരം, പദവി, ധനം, യശസ് എന്നിവയാണ് ലോകഭോഗങ്ങൾ. അധികാരവും ധനവും പദവിയും ത്യജിക്കാൻ രാമന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ യശോഭീതിയിൽ നിന്ന് രക്ഷ നേടാൻ രാമന് കഴിഞ്ഞില്ല. രാമൻ്റെ ദുഃഖത്തിന് കാരണം അതാണ്. സംശുദ്ധ എന്നുറപ്പുള്ള ഭാര്യയെ ലോകാപവാദത്താൽ വെടിയേണ്ടി വന്നതിൽ കവിഞ്ഞ് എന്ത് ദുഃഖമാണ് രാമൻ ഇനി വരാനുള്ളത്? രാവണനെ കീഴടക്കിയ രാമൻ വിധിക്ക് കീഴടങ്ങിയിരിക്കുന്നു. പൗരജനം പറയുന്നത് അർത്ഥമില്ലാത്ത അപവാദമാണ്. അത് അവഗണിക്കപ്പെടേണ്ടതായിരുന്നു. വാൽമീകിയുടെ രാമൻ ദൈവമല്ല, പച്ച മനുഷ്യനാണ്. ആദർശനിഷ്ഠരായ ആളുകൾ ചില സന്ദർഭങ്ങളിൽ യശോഗ്ലാനി ഭയന്ന് തനിക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളിൽ തെറ്റായ തീരുമാനം എടുക്കുന്നതിൻ്റെ അപകടം ചൂണ്ടിക്കാട്ടാൻ ആയിരിക്കാം വാൽമീകി ഈ രംഗങ്ങൾ ഇത്രയും ഹൃദയസ്പൃക്കായി അവതരിപ്പിച്ചത്. ഇത്രയും സമയം എൻ്റെ വാക്കുകൾ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിബരേ രാമരസം. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. മാരീച നിഗ്രഹം. മായാ നിർമ്മിതമായ കനകമൃഗം കണ്ടു മായാ സീതയും രാമചന്ദ്രനോടരു ചെയ്താൽ. ഭർത്താവെ കണ്ടിലയോ കനകമയ മൃഗം, എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം. പേടിയില്ലിതീനേതും എത്രയും അടുത്തു വന്നിടുന്നു, മരുക്കമുണ്ടെത്രയുമെന്നു തോന്നും. കളിപ്പാനതി സുഖമുണ്ടിതു നമുക്കിങ്ങു, വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു നൂനം. പിടിച്ചുകൊണ്ടിങ്ങു പോന്നിടുക വൈകിടാതെ, മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപദേ. മൈഥിലി വാക്യം കേട്ടു രാഘവനരുൾ ചെയ്തു, സോദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം. സീതയെ അവൾക്കൊരു ഭയവുമുണ്ടാകാതെ, യാതുദാനന്മാരുണ്ടു കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്തു. ധനുർബാണങ്ങളെടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. അടുത്തു ചെല്ലും നേരം വേഗത്തിലോടിക്കളഞ്ഞടുത്തുകൂടാ എന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും. പടുത്വമോടു ദൂരെ കുതിച്ചു ചാടും അപ്പോൾ. ഇങ്ങനെ തന്നെയൊട്ടു ദൂരത്തായതു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടതീനേറ്റം എന്നുറച്ചാശ വിട്ടു രാഘവനൊരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. പൊന്മാനും അതുകൊണ്ടു ഭൂമിയിൽ വീണ നേരം വന്മല പോലെയൊരു രാക്ഷസ വേഷം പൂണ്ടാൻ. മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേ എന്നു രഘുനാഥനും നിരൂപിച്ചു. ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോടു കരഞ്ഞാൻ അയ്യോ പാപം. ഹാഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദര, ഹാഹാ മേ വിധിബലം പാഹി മാം ദയാനിധേ. ആതുരനാദം കേട്ടു ലക്ഷ്മണനോടു ചൊന്നാൾ, സീതയും സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ. അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടില്ലേ ഭവാനുഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുൻപേ. രക്ഷിച്ചു കൊള്ളുക ചെന്നു ലക്ഷ്മണ മടിയാതെ, രക്ഷോവീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിൽ അയ്യോ. ലക്ഷ്മണനതു കേട്ടു ജാനകിയോടു ചൊന്നാൻ,
ദുഃഖിയായി കാര്യ ദേവി കേൾക്കണം മമ വാക്യം. മാരീചൻ തന്നെ പൊന്മാനായി വന്നതവൻ നല്ല ചോരൻ എത്രയുമേവം കരഞ്ഞതവൻ തന്നെ. അന്ധനായി ഞാനും ഇതു കേട്ടുപോയകലുമ്പോൾ നിന്തിരുവടിയേയും കൊണ്ടുപോയിടാമല്ലോ. പങ്ക്തി കന്ധരൻ തനിക്കതിനുള്ളുപായം ഇതെന്തറിയാതെ അരുൾ ചെയ്യുന്നിതത്രയല്ല. ലോകവാസികൾക്കാർക്കും ജയിച്ചു കൂടായല്ലോ. രാഘവൻ തിരുവടി തന്നെ എന്നറിയണം. ആർത്തനാദവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല. രാത്രി ചാരികളുടെ മായ ഇതറിഞ്ഞാലും വിശ്വനായകൻ കോപിച്ചിടുകീല രക്ഷണാൽ. വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും അങ്ങനെയുള്ള രാമൻ തന്മുഖാംബുജത്തിൽ നിന്നെങ്ങനെ ദൈന്യനാദം ഭവിച്ചിടുന്നു നാഥേ. ജാനകി അതു കേട്ടു കണ്ണുനീർ തൂകി തൂകി മാനസേ വളർന്നൊരു ഖേദകോപങ്ങളോടു ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാളതു നേരം. രക്ഷോജാതിയിലിത്ര നീയുമുണ്ടായി നൂനം. ഭ്രാതൃനാശത്തിനത്രേ കാംക്ഷയാകുന്നു തവ ചേതസി ദുഷ്ടാത്മാവേ ഞാനിതോർത്തിയിലയല്ലോ. രാമനാശ കാംക്ഷിതനാകിയ ഭരതന്റെ കാമസിദ്ധ്യർത്ഥം അവൻ തന്നെ നിയോഗത്താൽ കൂടെ പോന്നിതു നീയും. രാമനു നാശം വന്നാൽ ഗൂഢമായി എന്നെയും കൊണ്ടങ്ങു ചെല്ലുവാൻ നൂനം. എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ലതാനും ഇന്നുമൽ പ്രാണത്യാഗം ചെയ്വൻ ഞാൻ അറിഞ്ഞാലും. ചേതസി ഭാര്യാഹരണോദ്യാതനായ നിന്നെ സോദര ബുദ്ധ്യ ധരിച്ചീര രാഘവനേതും. രാമനെയൊഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണെ തീണ്ടുകയില്ലയല്ലോ. ഇത്തരം വാക്കു കേട്ടു സൗമിത്രി ചെവി രണ്ടും സത്വരം പൊത്തി പുനരവളോടൊരു ചെയ്താൻ. നിനക്കു നാശമടുത്തിരിക്കുന്നതു പാരമെനിക്കു നിരൂപിച്ചാൽ തടുത്തുകൂടാതാനും. ഇത്തരം ചൊല്ലിടുവാൻ തോന്നിയതെന്തേ ചണ്ഡി. ദിഗ്ധീഗത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം വനദേവതമാരെ പരിപാലിച്ചു കൊൾവിൻ. മനുവംശാധീശ്വര പത്നിയെ വഴി പോലെ ദേവിയെ ദേവകളെ അഭരമേൽപ്പിച്ചു മന്ദം. പൂർവജൻ തന്നെ കാൺമാൻ നടന്നു സൗമിത്രിയും. സീതാപഹരണം. അന്തരം കണ്ടു ദശകന്ധരം മദര ബാണാന്തനായവതരിച്ചിടിനാനവനിയിൽ. ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയുടൻ ജാങ്ങനെ വന്നു നിന്നിതു ദശാസ്യനും. ഭിക്ഷുവേഷത്തെ പൂണ്ട രക്ഷോനാഥനെ കണ്ടു തൽക്ഷണമായ സീതാദേവിയും വിനീതയായി നത്വാ സംപൂജ്യ ഭക്ത ഫലമൂലാദികളും ദത്വാ സ്വാഗത വാക്യമുക്ത്വാ പിന്നെയും ചൊന്നാൾ. അത്രൈവ ഫലമൂലാദികളും ഭുജിച്ചു കൊണ്ടിത്തിരി നേരമിരുന്നിടുക തപോനിധേ. ഭർത്താവു വരും ഇപ്പോൾ ത്വൽപ്രിയമെല്ലാം ചെയ്യും. ക്ഷുദ്രഢാദിയും തീർത്തു വിശ്രമിച്ചാലും ഭവാൻ. ഇത്തരം മായാദേവി മുഗ്ധാലാഭങ്ങൾ കേട്ടു സത്വരം ഭിക്ഷുരൂപി സസ്മിതം ചോദ്യം ചെയ്താൻ. കമലവിലോചനെ കമനീയാങ്കി നീയാരാമലെ ചൊല്ലിടു നിൻ കമിതാവാരെന്നതും. നിഷ്ഠുരാജാദികളാം രാക്ഷസരാദിയായ ദുഷ്ടജന്തുക്കളുള്ള കാനന ഭൂമി തന്നിൽ നീയൊരു നാരീമണി താനേ വാഴുന്നതെന്തൊരായുധപാണികളുമില്ലല്ലോ സഹായമായി. നിന്നുടെ പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാൻ എന്നുടെ പരമാർത്ഥം പറയുന്നുണ്ട് താനും. മേദിനി സൂതയതു കേട്ടു ചെയ്തിടിനാൾ. മേദിനി പതിവരനാമയോധ്യാധിപതി വാട്ടമില്ലാത ദശരഥനാം നൃഭാധിപ ജ്യേഷ്ഠനനന്ദനായ രാമനദ്ഭുത വീര്യൻ തന്നെ ധർമ്മഭഗ്നി ജനകാത്മജനാനോ. ധന്യനാം അനുജനും ലക്ഷ്മണൻ എന്നു നാമം. ഞങ്ങൾ മൂവരും പിതുരാജ്ഞയാ തപസ്സിനായി ഇങ്ങു വന്നിരിക്കുന്നു. ദണ്ഡകവനം തന്നിൽ 14 കഴിവോളവും വേണം താനും അതിനു പാർത്തിയിടുന്നു സത്യമെന്നറിഞ്ഞാലും. നിന്തിരുവടിയെ ഞാൻ അറിഞ്ഞില്ലേതും പുനരെന്തിനായെഴുന്നള്ളി ചൊല്ലേണം പരമാർത്ഥം. എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലെ പങ്കജവിലോചനെ പഞ്ചബാണാധിവാസേ. പൗലസ്ത്യതനയനാം രാക്ഷസരാജാവു ഞാൻ ത്രൈലോക്യ തിങ്കലെന്നാരറിയാതെയുള്ളൂ. നിർമ്മലെ കാമപരിതപ്തനായ ചമഞ്ഞു ഞാൻ നിൻമൂലമതിനു നീ പോരേണം മായാസാഗം. ലങ്കയാം രാജ്യം വാനോർ നാട്ടിലും മനോഹരം കിങ്കരനായേൻ തവ ലോകസുന്ദരീനാഥേ. താപസവേഷം പൂണ്ട രാമനാലെന്തു ഫലം താപം ഉൾക്കൊണ്ടു കാട്ടിൽ ഇങ്ങനെ വസിക്കേണ്ട. ശരണാഗതനായോരെന്നെ തന്നെ നീ ഭജിച്ചാലും
മരുണാധരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും രാവണവാക്യമേവം കേട്ടതി ഭയത്തോടും ഭാവവൈവണ്യം പൂണ്ടു ജാനകി ചൊന്നാൾ മന്ദം. കേവലമടുത്തിതു മരണം നിനക്കിപ്പോളേവം നീ ചൊല്ലുനാകിൽ ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വേഗത്തിൽ വരും ഇപ്പോൾ. മേദിനീപതി മമ ഭർത്ത ശ്രീരാമചന്ദ്രൻ തൊട്ടുകൂടുമോ ഹരി പത്നിയെ ശശത്തിനു കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ ദുരാത്മാവേ. രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണമിതു നൂനം. ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങിയിടും ക്രോധം പൂണ്ടു മൂർച്ഛിതനായ നേരം. തന്നെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിഭം ദശാനനൻ 20 മഹാഭുജം. അഗ്ന്യന ശൈലാകാരം കാണായേ നേരമുള്ളിലഗ്നൈ സാ ഭയപ്പെട്ടു വനദേവതമാരും രാഘവ പത്നിയെയും തേരതിയിലെടുത്തവച്ചാകാശമാർഗേ ശീഘ്രം പോയിതു ദശാസ്യനും. ഹാ രാഘവ രാമ സൗമിത്രേ കാരുണ്യാബ്ധേ ഹാ മൽപ്രാണേശ്വര പാഹി മാം ഭയാതുരാം. പിബരേ രാമരസം രാമായണത്തിലെ വളരെ പ്രധാനപ്പെട്ടതും ഒരുപാട് ഗുണവൈവിധ്യങ്ങൾ നിറഞ്ഞതുമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ജാമ്പവാൻ. ബ്രഹ്മാവിൻ്റെ വായിൽ നിന്നാണ് ജാമ്പവാൻ പിറന്നത്. മഹാവിഷ്ണുവിൻ്റെ നാഭീപത്മത്തിൽ ധ്യാനത്തിലിരിക്കുന്ന ബ്രഹ്മാവ് കോട്ടുവായിട്ടപ്പോഴാണത്രേ ജാമ്പവാൻ ജനിക്കുന്നത്. കോട്ടുവായിക്ക് സംസ്കൃതത്തിൽ ജൃംഭ, ജംഭായി എന്നൊക്കെ പറയും. ജംഭായിൽ നിന്ന് പിറന്നതുകൊണ്ടാണ് ജാമ്പവാൻ എന്ന പേര്. ജംബുദ്വീപിൽ ജനിച്ചതുകൊണ്ട് ആണ് ജാമ്പവാൻ എന്ന പേര് എന്നും ചില പക്ഷമുണ്ട്. ഒരുപാട് ആയുസ്സുള്ള ഒരു കഥാപാത്രമാണ് ജാമ്പവാൻ. കാലദൈർഘ്യത്തിൻ്റെ ദീർഘായുസ്സിൻ്റെ ഒരു ശക്തമായിട്ടുള്ള പ്രതീകമാണ്. നമ്മൾ തന്നെ നമ്മുടെ സാധാരണ നിത്യവ്യവഹാരത്തിൽ വളരെ പഴക്കം ചെന്ന വസ്തുക്കളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പാത്രങ്ങളോ കുടയോ അങ്ങനെ പഴയ വസ്തുക്കളെ നമ്മൾ പറയുന്നത് ജാമ്പവാൻ്റെ കാലം മുതൽക്കുള്ളതാണ് എന്നാണ്. അപ്പോൾ കാലപ്പഴക്കത്തിനെ, കാലദൈർഘ്യത്തിനെ സൂചിപ്പിക്കുന്ന ഒരു പേരും കൂടിയാണ് ജാമ്പവാൻ. കൃതയുഗത്തിലെ കഥാസന്ദർഭങ്ങൾ മുതൽക്ക് ദ്വാപര യുഗത്തിലെ പുരാണ കഥാസന്ദർഭങ്ങൾ വരെ പലയിടത്തും നമുക്ക് ജാമ്പവാനെ കാണാം. ദേവാസുരന്മാർ സമുദ്രമഥനം നടത്തി അമൃത് കടഞ്ഞെടുക്കുന്ന ആ കഥാസന്ദർഭത്തിൽ ജാമ്പവാനെ കാണാൻ പറ്റും. അതുപോലെ അവിടുന്ന് വന്നാൽ വാമനൻ്റെ അവതാരകാലത്ത് മഹാബലിയിൽ നിന്ന് 3 അടി മണ്ണ് അളന്ന് എടുക്കുന്ന വിരാട് രൂപനായിട്ടുള്ള വാമനനെ 21 തവണ ജാമ്പവാൻ പ്രദക്ഷിണം വച്ചു എന്നാണ് പറയുന്നത്. വിശ്വത്തോളം വളർന്ന വാമനനെ 21 തവണ പ്രദക്ഷിണം വെച്ചു എന്ന് പറഞ്ഞാൽ 21 തവണ വിശ്വത്തെ പ്രദക്ഷിണം വെച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നീട് രാമായണ കഥാസന്ദർഭത്തിലേക്ക് വരുമ്പോൾ രാമലക്ഷ്മണന്മാരും വാനരന്മാരൊക്കെ കൂടി രാവണൻ്റെ കയ്യിൽ നിന്ന് സീതയെ വീണ്ടെടുക്കാനുള്ള പരിശ്രമത്തിലാണ്. ആ യത്നത്തിൽ ഒരു വലിയ നിയോഗം ജാമ്പവാൻ നിർവഹിക്കുന്നുണ്ട്. സമുദ്രതീരത്ത് എങ്ങനെ ലങ്കയിലേക്ക് കടക്കും എന്നറിയാതെ വിഷമിച്ച് നിൽക്കുന്ന സൈന്യത്തിനോട് ഹനുമാന് അത് സാധിക്കും എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്നത് ജാമ്പവാനാണ്. ഈ ഹനുമാൻ കുട്ടിക്കാലത്ത് വളരെ ശക്തനായിരുന്നു. പക്ഷേ തൻ്റെ ശക്തി എവിടെ പ്രയോഗിക്കണം എന്നുള്ളൊരു വകതിരിവ് ബാലനായിട്ടുള്ള ഹനുമാനുണ്ടായിരുന്നില്ല. അയാൾ മുനിമാരെയൊക്കെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. ശല്യം സഹിക്കാതെ മുനിമാർ ഹനുമാനെ ശപിച്ചു, നിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള തിരിച്ചറിവ് നിനക്ക് ഉണ്ടാവാതെ പോട്ടെ, പിന്നീട് എപ്പോഴെങ്കിലും
നല്ല അനുഭവസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തി വന്ന് നിനക്ക് നിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഉണ്ടാക്കിക്കുകയും അതെവിടെ പ്രയോഗിക്കണമെന്ന് പറഞ്ഞു തരികയും ചെയ്യും. അതുവരെ നിനക്ക് നിൻ്റെ ശക്തിയെക്കുറിച്ച് ബോധ്യം ഉണ്ടാവാതെ പോട്ടെ എന്ന് ശപിക്കും. ആ അനുഭവസമ്പന്നനായിട്ടുള്ള വ്യക്തി ജാംബവാനാണ്. ജാംബവാനാണ് ഹനുമാൻ്റെ ശക്തിയെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഹനുമാനെ പ്രോത്സാഹിപ്പിച്ച് പ്രേരിപ്പിച്ച് ലങ്കയിലേക്ക് പറത്തിവിടുന്നത് ജാംബവാനാണ്. സുഗ്രീവൻ്റെ മന്ത്രിയും പ്രധാനപ്പെട്ട ഒരു ഉപദേഷ്ടാവും ആയിരുന്നു ജാംബവാൻ. ഇത്രയും അനുഭവ സമ്പത്തുള്ള ഒരാളെ തൻ്റെ ഒപ്പം കിട്ടുക എന്ന് പറഞ്ഞത് അത് സുഗ്രീവൻ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. യുദ്ധക്കളത്തിൽ വെച്ച് ലക്ഷ്മണൻ ബോധരഹിതനായിട്ട് വീണപ്പോൾ എവിടെ നിന്ന് എന്ത് ഔഷധം കൊണ്ടുവരണമെന്ന് പറയുന്നത് ജാംബവാനാണ്. ഹനുമാൻ്റെ ശക്തി ഒരിക്കൽ കൂടി അവിടെ ജാംബവാൻ പ്രയോഗിക്കുന്നുണ്ട്. പിന്നീട് ഈ നമ്മൾ വളരെ വയസ്സനായിട്ടുള്ളൊരു കഥാപാത്രമായിട്ടാണല്ലോ ജാംബവാനെ കാണുന്നത് രാമായണത്തിൽ. അത്രയും പ്രായാധിക്യമുണ്ടെങ്കിൽ പോലും നല്ല വീരശൂര പരാക്രമിയായിരുന്നു. ഒരു സന്ദർഭത്തിൽ രാവണൻ്റെ തേർത്തട്ടിൽ കയറി രാവണൻ്റെ നെഞ്ചത്തിടിച്ച് അയാളെ തേർത്തട്ടിൽ നിന്ന് വീഴ്ത്തിയിടുന്നുണ്ട്. ബോധരഹിതനായിട്ട് വീണ രാവണനെ അയാളുടെ തേരാളി യുദ്ധക്കളത്തിൽ നിന്ന് എടുത്തുകൊണ്ടുപോവാണ് ചെയ്തത്. അപ്പം അത്രയും വീരശൂര പരാക്രമി കൂടിയായിരുന്നു ജാംബവാൻ. ദ്വന്ദ്വയുദ്ധത്തിൽ പ്രവീണനായിരുന്നു. ശ്രീരാമനായിട്ട് ഒരു ദ്വന്ദ്വയുദ്ധം വേണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുക പോലും ഉണ്ടായിട്ടുണ്ട്. മര്യാദ പുരുഷോത്തമനായിട്ടുള്ള ഭക്തവത്സലനായ രാമൻ അത് നിരസിച്ചു. പക്ഷേ ആ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാം എന്നും പറഞ്ഞു തൻ്റെ അടുത്ത അവതാരത്തിൽ. അങ്ങനെയാണ് ശ്രീകൃഷ്ണാവതാര സമയത്ത് സമന്തകമണിയുടെ കഥാസന്ദർഭത്തിൽ ജാംബവാനും ശ്രീകൃഷ്ണനും കൂടി ഒരു മല്ലയുദ്ധം ഉണ്ടാവുന്നത്. അങ്ങനെ ജാംബവാൻ നമുക്ക് മുന്നിൽ നല്ല വിവേകത്തിൻ്റെ, നല്ല ബുദ്ധിശക്തിയുടെ, അനുഭവസമ്പത്തിൻ്റെ, ധീരതയുടെ, സമർപ്പണ മനോഭാവത്തിൻ്റെ ഒക്കെ ശക്തനായിട്ടുള്ള ഒരു പ്രതീകമാണ്. പിബരേ രാമരസം രാമ 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 പാഹി മാം രാഘവ മനോഹര ഹരേ മുകുന്ദ പാഹി മാം രാക്ഷസാന്തകാ മുകുന്ദ രാമ രാമ പാഹി മാം ലക്ഷ്മണ സഹോദര ശുഭാവതാര പാഹി മാം നാൻമുഖേന്ദ്ര ചന്ദ്രശങ്കരാദിദേവരൊക്കെയും പാൽക്കടൽ കകം കടന്നു കൂടിടുന്ന ഭക്തിയാൽ വാഴ്ത്തിടുന്ന സൂക്ത പങ്ക്തി കേട്ടുണർന്നു ഭംഗിയിൽ മങ്ങിടാതനുഗ്രഹം കൊടുത്ത രാമ പാഹി മാം രാവണേന്ദ്രജിത്തു കുംഭകർണരാതി ദുഷ്ടരെ കാലനൂർക്കയച്ചു ലോകശാന്തി ഞാൻ വരുത്തിടാം എന്ന സത്യവാക്കുരച്ചു കൊണ്ടു നല്ല വേളയിൽ ഭൂമിയിൽ അയോധ്യയിൽ പിറന്ന രാമ പാഹി മാം രാമ 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 പാഹി മാം രാഘവ മനോഹര ഹരേ മുകുന്ദ പാഹി മാം പിബരേ രാമരസം പിബരേ രാമരസം
रामरसं रसने पिबरे राम